ഉപ്പുതറ 9 ഏക്കർ ശശിക്കട റോഡിന് ശാപമോക്ഷമായി. റോഡിന്റെ നവീകരണ പ്രവർത്തനം ആരംഭിച്ചു. 22 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഉപ്പുതറ പഞ്ചായത്ത് നാട്ടുകാരുടെ പരാതിക്ക് പരിഹാരം കണ്ടത്. ഇതോടെ ശശിക്കവല മുതൽ അമ്പലപ്പടി വരെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ഉപ്പുതറ 9 ഏക്കർ ശശിക്കട റോഡിലുണ്ടായ യാത്രാ ദുരിതത്തിന് പരിഹാരമാവുകയാണ്. ഉപ്പുതറ പഞ്ചായത്ത് 22 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടാറിങ്ങും ഐറിഷ് റോഡ് നിർമ്മിച്ചും ജനങ്ങളുടെ പരാതിക്ക് പരിഹാരം കാണുന്നത്. മാട്ടുതാവളം വാർഡിൽ 16 ലക്ഷവും പുതുക്കട വാർഡിൽ 6 ലക്ഷവുമാണ് അനുവദിച്ച് കരാർ നൽകി നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. റോഡിൽ ഏറ്റവും കൂടുതൽ തകർന്നു കിടന്നിരുന്ന ഭാഗമാണ് ഇപ്പോൾ ടാറിങ് നടക്കുന്നത്. ഈ ഭാഗം കാൽനട യാത്ര പോലും ദുഷ്കരമായിരുന്നു. നിരവധി അപകടവും ഉണ്ടായി. എന്നാൽ പഞ്ചായത്ത് പരാതി കേട്ടില്ലെന്ന ഭാവത്തിലായിരുന്നു. ഒടുവിൽ ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കണ്ടിട്ടാണ് പഴയ ഭരണസമിതി സ്ഥാനം ഒഴിഞ്ഞത്. ഈ ഭരണസമിതി നിർമ്മാണം വേഗത്തിലാക്കാൻ കരാറുകാർക്ക് നിർദ്ദേശവും നൽകി. ശശിക്കട മുതൽ MC കവല വരെയുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായിരുന്നു. ഇതുവഴി യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരുന്നു. എന്തായാലും ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകളുടെ ഏറെക്കാലമായിട്ടുള്ള പരാതിക്ക് പരിഹാരമാവുകയാണ്. ഈ റോഡിന്റെ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായിട്ടുള്ള ടാറിംഗ് ജോലികൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. മൊത്തം 22 ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. അതിൽ 16 ലക്ഷം രൂപ 9-ാം വാർഡ് മാട്ടുതാവളത്തിന്റെ ഭാഗമായിട്ടുള്ളതും 6 ലക്ഷം രൂപ പുതുക്കട വാർഡിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ടും ചേർത്താണ് ഒറ്റ റീച്ചായി ഈ പണി ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ടാറിങ് കൂടാതെ ഇരുവശത്തും ഐറിഷ് റോഡയും ചേർന്നുള്ള നിർമ്മാണ പ്രവൃത്തിയാണ്, നവീകരണ പ്രവൃത്തിയാണ് ഇപ്പോൾ ഈ റോഡിൽ നടത്താൻ പോകുന്നത്. കട മുതൽ അമ്പലത്തിലേക്ക് 9 ഏക്കർ അമ്പലത്തിലേക്ക് കയറുന്ന റോഡ് വരെയുള്ള ഭാഗത്തിന് ഗതാഗതം പണി പൂർത്തിയാകുന്നതുവരെ ഐറിഷ് റോഡ് ഉൾപ്പെടെയുള്ള ജോലികളുടെ പണി പൂർത്തിയാകുന്നത് വരെ നിരോധിച്ചിട്ടുണ്ട്. ടാറിംഗ് ജോലികൾ ഇന്ന് രാവിലെ മുതലാണ് ആരംഭിച്ചത്. ടാറിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ടാറിംഗ് പൂർത്തിയായാലുടൻ ഐറിഷ് റോഡിന്റെ നിർമ്മാണം നടത്തും. ഈ 2 ജോലികളും തീരും വരെ ഇതുവഴിയുള്ള ഗതാഗതവും നിരോധിച്ചിട്ടുണ്ട്. ശശിക്കട മുതൽ അമ്പലമ്പടി വരെയാണ് ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.